ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ നമ്മുടെ കേറ്ററ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇനി നടക്കേണ്ടത് വെരിഫിക്കേഷൻ പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം ഈ വന്ന കേറ്ററ്റ് പാസ്സാവാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തവണ കേട്ടിട്ട് കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇനി ഉടനെ തന്നെ അടുത്ത എക്സാം വരും. ഇപ്പം നമ്മുടെ സെറ്റ് ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഇനി അധികം വൈകാതെ തന്നെ നമ്മുടെ കേറ്ററ്റും വിളിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കേറ്റിട്ട് പഠിക്കുമ്പോൾ ഇപ്പം നമുക്ക് സിലബസ് എടുത്ത് പഠിക്കുന്നവരുണ്ടാകും. അങ്ങനെ പഠിക്കണ്ട എന്ന് ഞാൻ പറയത്തില്ല. സിലബസ് എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സിലബസ് എടുത്ത് ഓരോ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി അങ്ങനെ ഒന്നും പഠിക്കാൻ സമയം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അങ്ങനെ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്പർ 1, നിങ്ങൾ സൈക്കോളജി മെയിനായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ സൈക്കോളജി സെക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന സൈക്കോളജി സെഷൻസ് LP, UP, കേറ്ററ്റ്, HSA, HSST, സെറ്റ് ഇത്രയും എക്സാംസിനും നമ്മുടെ സൈക്കോളജി സെയിം ആണല്ലേ. ആകെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി അതേപോലെ ചൈൽഡ് സൈക്കോളജി. പക്ഷെ അത് രണ്ടും പഠിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ എക്സാംസിനെല്ലാം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ സൈക്കോളജിയുമായി ബേസ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുവോ ഇല്ലെങ്കിൽ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈക്കോളജി നിങ്ങൾ മെയിനായിട്ട് ഫോളോ ചെയ്യുക. സൈക്കോളജിയാണ് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ സൈക്കോളജിയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് എക്സാം പാസ്സാവാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. കാരണം സൈക്കോളജിയിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതേപോലെ പെഡഗോഗി, സൈക്കോളജി ഞാൻ പെഡഗോഗിയും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. നമ്മുടെ BEd പഠിച്ചവർക്കറിയാം, BEdുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ. അപ്പോൾ അതിന് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റാൻ ചാൻസ് കുറവാണ്. അങ്ങനെ കവർ ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇനി അത് പറ്റില്ലാത്തവരുടെ കേസാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മാക്സിമം PYQs, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യുക. അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. പിന്നെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനും പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഈസി ആകും. കുറച്ചൊക്കെ നമ്മുടെ സബ്ജക്റ്റ് നോളേജാണ്. ഇപ്പം ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരും ഒക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ സബ്ജക്റ്റ് നോളേജാണ്. അത് ഒന്ന് പൊടി തട്ടിയെടുക്കാനാണ് PYQ നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ PYQs നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി സിലബസ് പഠിക്കാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ പോലെ സൈക്കോളജിയും പെഡഗോഗിയും ഫോക്കസ് കൊടുത്ത് കൂടുതൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പാസ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ ആണെന്നുണ്ടെങ്കിൽ 90 അല്ലേ. ജനറൽ ആണെന്നുണ്ടെങ്കിൽ 90 സ്കോർ ചെയ്യണം. ഇനി ബാക്കിയുള്ളവർക്കൊക്കെ 82 ആണ് സ്കോർ ചെയ്യേണ്ടത്. നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വിടാൻ പാടില്ല. കാരണം ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിരിക്കണം. മാക്സിമം എന്ന് തന്നെ പറയുന്നത് ഫുള്ള് സോൾവ് ചെയ്തിട്ടേ ആ എക്സാം ഹോളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മാർക്ക് ഇപ്പം ഭാഗ്യമൊക്കെ നമ്മുടെ ലക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം അതും അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ അറിയാതെയും നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ അത് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വേയിൽ പഠിച്ചു നോക്കി. നമ്മൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, സൈക്കോളജിയിൽ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. LP, UP, അത് ഈ പറഞ്ഞ എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് സൈക്കോളജി ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. പിന്നെ ബാക്കിയുള്ളതിന് മാക്സിമം PYQs സോൾവ് ചെയ്ത് അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഇനി കേറ്ററ്റൊക്കെ എഴുതാതിരിക്കുന്ന ഫ്രണ്ട്സിനും കൂടി ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ടിപ്സൊക്കെ. ഇനി നമുക്ക് മുമ്പോട്ട് ഞാൻ വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടത് ഉറപ്പായിട്ടും നിങ്ങൾ കാണുക. അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൂടി ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.